ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വില്ലേജ് ഫുഡ് ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ്. വേറൊന്നുമല്ല, KFC ചിക്കൻ. KFC സ്റ്റൈലിലുള്ള ചിക്കൻ, ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നേരെ നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നൊരു 12 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. KFC ചിക്കന് കുറച്ചുകൂടി കടിച്ച് പറിക്കാൻ ലെഗ് പീസാണ് നല്ലത്. അപ്പോൾ ഒരു 12 ചിക്കൻ എടുത്തിട്ടുണ്ട് ലെഗ് പീസ്. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം കഴുകി ഒന്നും കൂടി ഒന്ന് നന്നായി വൃത്തിയായി കഴുകുക. കാരണം ചോരയും ഒക്കെ നിറ ഉണ്ടാവുകയെ, ചോരയൊന്നും പറ്റില്ല. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം മാറ്റുക. അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ ഒരുപാട് വരയ്ക്കൊന്നും വേണ്ട. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് ഈ 2 വര വെച്ച് ഇട്ട് കൊടുക്കുക. ശരിക്കും വര ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ 12 കാലും നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറിയൊരു മാരിനേഷൻ ഉണ്ട്. അപ്പോൾ ആ മാരിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനി നാരങ്ങ മുക്കിപ്പിഴണം. ഒരു നാരങ്ങ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് എടുക്കുക. കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. കാരണം മസാലയിൽ നമ്മൾ വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം ഒന്ന് വെക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു മസാലയാണ് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. ആ ക്രിസ്പി കോട്ടിങ് വരില്ല, അതിൻ്റെ മസാല. ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മൈദ കുറച്ചെടുക്കുക. നമ്മളിപ്പോൾ 1/2 കിലോൻ്റെ പാക്കറ്റാണ്, ഏകദേശം ഒരു 1/4 കിലോൻ്റെ അടുത്ത് മൈദ എടുക്കുന്നുണ്ട് ഇതുകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. 10-12 കാലുണ്ടല്ലോ. ഇനി നമ്മൾ എടുക്കുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ എത്ര മൈദ എടുത്തോ അതിന് ആനുപാതികമായിട്ട് ഒരു 50%. അതെ. ഇനി ഗരം മസാല ഇടുക. ഒരുപാട് മസാല വേണ്ട, ആവശ്യത്തിന്. കാരണം KFC ചിക്കൻ കഴിക്കുമ്പോൾ ഉള്ളിൽ കണ്ടിട്ടില്ലേ, വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഒരുപാട് മസാല വേണ്ട. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുക്കുന്നത്, ആ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് മസാലയും കാര്യങ്ങളും അതിൽ ചേർക്കില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ പാലക്കാട്ടുകാർക്ക് ഇത്തിരി ചൊടിയില്ലാണ്ട് പറ്റില്ല. ആ ചൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ചേർക്കണം. അപ്പോൾ ക്രിസ്പി കോട്ടിങ് വരുന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഓട്സാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക മിക്സിനകത്ത്. 100 ഗ്രാം 100-150 ഗ്രാം ഇട്ടിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഉപ്പാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ. ഓട്സിൻ്റെ പീസ് കണ്ടില്ല. ഇനി ഇതിൽ ഉപ്പോ മുളകോ കുറവുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഒരു 5 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്, കോഴിമുട്ട. മുട്ട നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പോകണം, ആ കോട്ടിങ്ങിൽ മിക്സ് ചെയ്യാൻ പോകണം. അതിനുശേഷം
മുട്ടയിലിടുക. മുട്ടയിലിട്ടതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ എന്നാലും ആ കോട്ടിങ് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. മുട്ട എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടിങ് കറക്റ്റായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ 12 ചിക്കനും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പ് കൂട്ടാൻ പോകും. കർപ്പൂരിട്ട് നമ്മൾ കത്തിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ തീയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് കൊടുക്കുക. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ പൊരിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാം. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരന്മാരുണ്ട്. അച്ഛന്മാരെ വേണ ആ എടുക്ക് വാ. നിനക്ക് വേണടാ സെറ്റ്. ഇപ്പം എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോസൊക്കെ കൂട്ടി അടിക്കുമ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ KFC ചിക്കൻ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. നല്ല ക്രിസ്പി ചിക്കൻ അല്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വില്ലേജ് ഫുഡ് ടെക്.